അങ്ങനെ ദിലീപേട്ടന്റെ പടം ഇന്ന് റിലീസായി. ഒരുപാട് പേര് കാത്തിരുന്ന ബബ്ബബ എന്ന് പറയുന്ന പടമാണ് ഇന്ന് റിലീസായത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പടം, ഇപ്പൊ എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. പലർക്കും പല രീതിയിലായിരിക്കും ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ള ഒരു അഭിപ്രായം. ഇപ്പോ ഞാൻ പറയുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് തിയേറ്ററിൽ പോയി ഒന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു പടം ആണ് ഈ ഒരു ബബ്ബബ എന്ന് പറയുന്ന പടം. ഒരു ദിവസം ഒരു ദിവസം ഒരു വ്യക്തി കേരളത്തില് CM-നെ തട്ടിക്കൊണ്ടുപോകുന്നു. ഉം. പിന്നെ അതിനെ ചുറ്റിപ്പറ്റിയാണ് ഈ സിനിമയുടെ കഥ മൊത്തത്തിൽ അങ്ങ് പോകുന്നത്. തട്ടിക്കൊണ്ടുപോകുന്ന വ്യക്തിനെ പിടികൂടാനും ഉം, അങ്ങനെയൊക്കെ ഉള്ള കുറേ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. ഞാനൊന്നും പറയുന്നില്ല. പിന്നെ ഇതിന്റെ അകത്ത് കുറച്ച് കോമഡികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും അത്ര വർക്കൗട്ട് ആവുന്നില്ല. അവർ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പ്രേക്ഷകരങ്ങോട്ട് അതൊന്നും അങ്ങോട്ട് എടുക്കുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതൊന്നും വേണ്ടെന്നുള്ളതാണ്. പിന്നെ ദിലീപേട്ടൻ കുറച്ച് പുതിയ ട്രിക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതും അങ്ങോട്ട് വർക്കൗട്ട് ആവാത്തതുപോലെ. പിന്നെ മാസ് രംഗങ്ങളുണ്ട്, പക്ക മാസ് രംഗങ്ങളുണ്ട്. ചില സ്ഥലത്ത് മാസ് രംഗങ്ങൾ ഓക്കെയാണ്, ചില സ്ഥലത്ത് ആ മാസൊന്നും അങ്ങോട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറക്കുന്നില്ല. പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്ര എന്ന് പറയുമ്പം കുഴപ്പമില്ല എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഭയങ്കരമൊന്നും പറയാൻ പറ്റത്തില്ല. പടത്തിന്റെ ഇന്റർവെൽ ബ്ലോക്ക് ഉണ്ടല്ലോ, പടത്തിന്റെ ഇന്റർവെലിന്റെ സമയത്ത് ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റും അവിടെ നടക്കുന്ന ഒരു ആക്ഷൻ പരിപാടി സെറ്റ് ചെയ്തിട്ടുണ്ട്. കിടിലൻ എന്ന് പറഞ്ഞാൽ കിടിലനാണ്. മണിച്ചേട്ടന്റെ പാട്ട് വെച്ചുണ്ട്. മണിച്ചേട്ടന്റെ പാട്ട് മാത്രമല്ല, ഒരുപാട് പാട്ടുകൾ മിക്സ് ചെയ്തിട്ടാണ് ആ ഒരു ഫൈറ്റ് സീന് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇന്റർവെല്ലിലെ ഫൈറ്റ് സീനിൽ നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വ്യക്തിയാണ് DJ പരിപാടി അവതരിപ്പിക്കാനായിട്ട് വരുന്നത്. അത് വേറെ ആരുമില്ല, റിയാസ് ഖാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു സെറ്റപ്പിലാണ് റിയാസ് ഖാൻ വന്നിട്ടുള്ളത്. പിന്നെ ഇന്റർവെല് കഴിഞ്ഞ് ഒരു 10-15 ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പിന്നെ ലാലേട്ടന്റെ എൻട്രി ഉണ്ട്. ലാലേട്ടൻ വന്നു കഴിയുമ്പോഴത്തേക്കും പടത്തിന്റെ ഹൈപ്പ് അങ്ങ് മാറും. ശരിക്കും പറഞ്ഞാൽ നമ്മള് ലാലേട്ടൻ വരുന്നതിന് മുന്നേ വരെ നമ്മൾ എങ്ങനെയാണ് പടം കണ്ടോണ്ടിരുന്നത്, അതിന്റെ ആ ഒരു റേഞ്ച് അങ്ങ് മാറും. പിന്നെ ആ പടത്തിന്റെ റേഞ്ച് മൊത്തത്തിലൊരു മാറ്റമാണ്. പിന്നെ പാട്ട് ശരിക്കും പറഞ്ഞാൽ അവർ യൂട്യൂബിൽ ഇറക്കിയ സമയത്ത് ആ പാട്ട് കേട്ടപ്പോഴത്തേക്കും വെറും ബോറായിട്ടാണ് പാട്ട് തോന്നിയത്. പക്ഷെ ആ പാട്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലം പാട്ട് തന്നെയാണ്. ആ ഒരു തിയേറ്ററിൽ ആ ഒരു പാട്ട് കേട്ടപ്പോൾ ഉള്ള ആ ഒരു ഓളം ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ആ ലാലേട്ടന്റെയും ദിലീപേട്ടന്റെയും രണ്ടുപേരുടെയും തമ്മിലുള്ള ഒരു കോംബോ, അത് കിടിലം എന്ന് പറഞ്ഞാൽ അത് കിടിലമായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തിയേറ്ററിൽ കാണേണ്ട ഒരു സംഭവം തന്നെയാണത്. അപ്പോ ഇങ്ങനെ പോയി കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ലാലേട്ടന്റെ റോള്, പിന്നെ ലാലേട്ടൻ ഇല്ല. പിന്നെ ദിലീപേട്ടൻ വീണ്ടും രംഗത്തോട്ടിറങ്ങുന്നു. വീണ്ടും ആ കഥ വീണ്ടും അങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. ഈ CM-നെ തട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ്. ഈ CM-നെ തട്ടിക്കൊണ്ടുപോയ ചുറ്റിപ്പറ്റിയാണ്. പക്ഷെ പോലീസുകാർക്ക് ഇതുവരെയും ഈ തട്ടിക്കൊണ്ടുപോയ ആളിനെ പിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതാണ് പറയുന്നത്, ഈ സിനിമയിൽ ഉള്ള ഒരു ഇതാണ് നോ ലോജിക്ക്. നമുക്ക് ഇതെന്തടാ ഇങ്ങനെയൊന്നും അങ്ങനെയൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റൂല. അങ്ങനെയൊക്കെ ചിന്തിക്കാനും കഥയെ പറ്റി അന്വേഷിക്കാനും ഒക്കെ പോവുകയാണെങ്കിൽ ഈ ഒരു സിനിമ കാണേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ പടം ആ ഒരു രീതിയിൽ അങ്ങ് പോവും. പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സിൽ വീണ്ടും ലാലേട്ടന്റെ ഒരു കിടിലൻ എൻട്രി ഉണ്ട്, കിടിലൻ മാസ് എൻട്രി ഉണ്ട്. ക്ലൈമാക്സിൽ ലാലേട്ടന്റെ ഒരു കിടിലൻ ഫൈറ്റ് ഉണ്ട്. പിന്നെ ഇതിന്റെ അകത്ത് എടുത്തു വെച്ചിരിക്കുന്ന ഈ ഫൈറ്റ് ഒക്കെ ഉണ്ടല്ലോ, ഫൈറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. വിഷ്വൽ ക്വാളിറ്റി പക്കയാണ്. പിന്നെ പടത്തിന്റെ മേക്കിംഗ് ലെവല് പൊളിയാണ്. ഡയറക്ഷനും കിടിലാണ്. നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട് പടം. നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട് പടം. പിന്നെ ലാസ്റ്റ് ലാലേട്ടന്റെ ക്ലൈമാക്സിലെ കുറച്ച് ഫൈറ്റും സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു കിടിലൻ ക്യാമിയോ റോളായിട്ട് ഒരു വ്യക്തി എത്തുന്നു. ഒരു കിടിലൻ ക്യാമിയോ റോളിൽ ഒരാൾ എത്തുന്നുണ്ട്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കത്തില്ല.
പിന്നെ അവര് പറയുന്നുണ്ട് ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ചിലപ്പം കാണും എന്നുള്ള ഒരു രീതിയിലൊക്കെയാണ് അവരുടെ ആ പടത്തിന്റെ ലാസ്റ്റ് പോകുന്ന ഒരു രീതിയെ അങ്ങനെയാണ്. അപ്പോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിവഞ്ചാണ്. ഒരു ഒരു കൊച്ചു പയ്യന്റെ മനസ്സിൽ അവന്റെ ചെറുപ്പകാലത്ത് ഉണ്ടാവുന്ന ഒരു ചെറിയ ഒരു പക. ആ പകയാണ് വളർന്ന് 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 ലാസ്റ്റ് ഈ സി എമ്മിനെ തട്ടിക്കൊണ്ടുപോകുന്നത്. സി എമ്മിനെ തട്ടിക്കൊണ്ടുപോകുന്നത് ഒരിക്കലും നടക്കാത്ത സംഭവമാണ്. അതാണ് പറയുന്നത്, നമുക്ക് ഈ സിനിമ അവർ പറയുന്നത് നോ ലോജിക് എന്ന് പറയുന്നത്. പിന്നെ ഫുൾ മാഡ്നസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കും ഭ്രാന്താണോ എന്നുള്ള ഒരു സംശയം തോന്നും. ശരിക്കും നമുക്കും ഭ്രാന്ത് പിടിക്കുന്ന പോലെയാവും ഈ ഒരു സിനിമ കാണുമ്പോഴത്തേക്ക്. അങ്ങനെയാണ് ഈ ഒരു സിനിമയുടെ കുറെ ഭാഗങ്ങൾ, കുറച്ച് സീനുകളിലൊക്കെ എത്തുമ്പം അങ്ങനെയാണ് സംഭവം. അങ്ങനെയാണ് ഇവര് എടുത്ത് വെച്ചേക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പ്രതീക്ഷിക്കാതെ ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം, ഇപ്പൊ ദിലീപ് ഏട്ടനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ ഉണ്ടെങ്കിൽ അവരാരും ഈ ഒരു പടം കാണത്തില്ല. അവര് ഈ ഒരു പടത്തിനെ പറ്റി ഭയങ്കര നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ആയിരിക്കും അവർ പറയുന്നത്. ഈ പടത്തിനെ കുറിച്ച് ഒന്നും ചിന്തിക്കണ്ട, ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ പോയിരുന്ന് കാണുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പടം ഓക്കെയാണ്. അല്ലാതെ ഈ ഒരു പടത്തിനെ നമുക്ക് വേറെ ഒരു പടമായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യാൻ, ആ പടത്തിന്റെ റേഞ്ചിൽ എത്തൂ, അവിടെ എങ്ങനെയാണ് എന്നൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു പടം ഇഷ്ടപ്പെടത്തില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മള് തിയേറ്ററിൽ സിനിമ കാണാനായിട്ട് പോകുന്ന എന്തിനാണ്? ഒരു 2.5 മണിക്കൂർ സമയം നമ്മൾ എവിടെയെങ്കിലും ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളിങ്ങനെ ജസ്റ്റ് എന്താണ് ഒരു ടൈം പാസിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ പോകുന്നത്. നമ്മളൊന്ന് അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ആവാൻ. അപ്പൊ റിലാക്സ് ആവാനായിട്ട് നമ്മൾ പോകുന്നത്, നമ്മള് ഒരു സെന്റി പടത്തിന് കയറി ഇരിക്കും ഇല്ല. അപ്പം നമുക്ക് എന്റർടൈൻമെന്റ്, നമുക്ക് ഒരു 2.5 മണിക്കൂർ നമുക്ക് എല്ലാം മറന്ന് നമുക്കൊന്ന് സന്തോഷിക്കുക, മതിമറന്ന് ഇരുന്ന് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് നമ്മൾ തിയേറ്ററിൽ ഓടുന്നതെങ്കിൽ അതല്ലേ നമ്മൾ ചൂസ് ചെയ്ത് പോയിരുന്ന കാണത്തുള്ളൂ. അപ്പൊ അങ്ങനെ കാണാൻ പറ്റിയ ഒരു പടമാണ് ദിലീപ് ഏട്ടന്റെ ബബ്ബ എന്ന് പറയുന്ന ഈ ഒരു പടം. കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് ആണ്. പൊളിക്കാം നമുക്കൊരു ഈ ഒരു പടം കണ്ടിരുന്നിട്ട് നമുക്ക് മനസ്സ് സന്തോഷിച്ചും മനസ്സ് നിറഞ്ഞും നമുക്ക് എല്ലാം മറന്ന് സങ്കടങ്ങളും എല്ലാം മറന്നിരുന്ന് നമുക്ക് കാണാൻ പറ്റിയ ഒരു കിടിലം പടമാണ്. കുറ്റം പറയാൻ വേണ്ടി ഒരിക്കലും ഈ ഒരു പടം കാണാൻ പോകരുത്. ഈ പടത്തിൽ എന്തെങ്കിലും ഉണ്ട് അത് കണ്ടുപിടിച്ചിട്ട് കുറെ കുറ്റങ്ങൾ എടുത്തിങ്ങനെ വാരി വിതറി ഇടാനായിട്ടാണെങ്കിൽ ഈ ഒരു പടം കാണാൻ പോവാതിരിക്കുന്നതാണ് നല്ലത്. ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു അഭിപ്രായം ഇതാണ്. അപ്പൊ എനിക്ക് സിനിമ കണ്ട് സിനിമയുടെ ഒരു സിനിമ എങ്ങനെയാണ് എന്നുള്ള എന്റെ ഒരു അഭിപ്രായം ഇങ്ങനെയാണ്. അപ്പം പടം കണ്ട നിങ്ങൾ ബാക്കി അഭിപ്രായം എങ്ങനെയാണെന്നുള്ളത് അത് കമന്റ് ചെയ്യുക. ബൈ.